കർഷകരുടെ ദില്ലി ചലോ മാർച്ച് നേരത്തെ തന്നെ ഈ കർഷകരുടെ മാർച്ചിന്റെ അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനങ്ങളുടെ ഒക്കെയും ആ ഒരു ആഴം എത്രത്തോളമാണ് എന്ന് കേന്ദ്ര സർക്കാർ അറിഞ്ഞിട്ടുള്ളതാണ്, മുൻപ് ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ വീണ്ടും അങ്ങനെ ഒരു മാർച്ചിന് പക്ഷേ ആ തുടങ്ങിയ ദിവസം തന്നെ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ഈ കർഷകർ മാർച്ച് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചർച്ച സംബന്ധിച്ച് മറ്റൊരു അറിയിപ്പും ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ ഇന്ന് വീണ്ടും ദില്ലി ചലോ മാർച്ച് പുനരാരംഭിച്ചിരുന്നു. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ പോലീസ് വലിയ അതിക്രമം കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും അതുണ്ടായിരുന്നു. കണ്ണീർ വാതകം പ്രയോഗിച്ചു, നിരവധി കർഷകർക്ക് പരിക്കേറ്റുകയും മറ്റും ചെയ്തിരുന്നു. ഇന്നും അത് തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആവർത്തിച്ചിരിക്കുന്നത്. ശംഭു അതിർത്തിയിൽ വലിയ തോതിൽ ഈ മാർച്ചിന് നേരെ പോലീസിന്റെ കണ്ണീർ വാതക പ്രയോഗം ഉണ്ടായിട്ടുണ്ട്. 10 കർഷകർക്കായിരുന്നു പരിക്കേറ്റത്. അതിന് തൊട്ടു പിന്നാലെ മാർച്ച് ഇന്നത്തേക്ക് നിർത്തിവെക്കുകയാണ്. പക്ഷേ അത് ഇന്നത്തേക്ക് മാത്രമാണ്. മുന്നോട്ടുള്ള തീരുമാനങ്ങൾ കൂടിയാലോചനകൾക്ക് ശേഷം ഉണ്ടാകുമെന്നും ഈ കർഷക സംഘടനകളുടെ പ്രതിനിധികൾ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് റിപ്പോർട്ട് കാണാം അല്ലേ? റിപ്പോർട്ടിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരായ ദില്ലി ചലോ മാർച്ച് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് പുനരാരംഭിച്ചത്. ശംഭു അതിർത്തിയിൽ നിന്നും ആരംഭിച്ച മാർച്ചിനെ തടയാൻ കൂറ്റൻ കോൺക്രീറ്റ് ബാരിക്കേഡുകളും ഇരുമ്പുദണ്ഡും ഉൾപ്പെടെ യുദ്ധസമാനമായ സജ്ജീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയത്. ശംഭു അതിർത്തിയിൽ നിന്ന് ആരംഭിച്ച കർഷകരുടെ മാർച്ച് കിലോമീറ്ററുകൾ പിന്നിടുന്നതിനു മുമ്പേ പോലീസ് തടഞ്ഞു. മാത്രമല്ല 101ഓളം വരുന്ന കർഷകരുടെ തിരിച്ചറിയൽ കാർഡുകൾ നൽകണമെന്ന പോലീസ് ആവശ്യപ്പെട്ടതോടെ കർഷകരും പോലീസും തമ്മിൽ വാക്കേറ്റമായി. തിരിച്ചറിയൽ കാർഡ് നൽകിയാലും ദില്ലിയിലേക്ക് മാർച്ച് നടത്താൻ അനുമതിയില്ലെന്നായിരുന്നു പോലീസ് നിലപാട്. തുടർന്ന് പഞ്ചാബ് ഹരിയാന അതിർത്തി സംഘർഷഭരിതമായി. മാർച്ചുമായി മുന്നോട്ടു പോകുമെന്ന് കർഷകർ നിലപാട് കടുപ്പിച്ചതോടെ പ്രതിഷേധക്കാർക്കു നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. പോലീസ് അക്രമത്തിൽ 9ഓളം കർഷകർക്ക് പരിക്കേറ്റു. മണിക്കൂറുകൾ കർഷകർ അതിർത്തിയിൽ പ്രതിഷേധിച്ചു. അതിനുശേഷമാണ് ഇന്നത്തേക്ക് മാർച്ച് അവസാനിപ്പിക്കുന്നതായും എന്നാൽ പ്രതിഷേധവുമായി ശംഭു അതിർത്തിയിൽ തുടരുമെന്നും കർഷകർ അറിയിച്ചത്. आज हम लोग जत्था वापस करने का निर्णय ले लिया है. आज का चलता रहेगा आंदोलन. और क्योंकि एक किसान पीजीआई चला गया है, गंभीर अवस्था में है और 8-9 किसान जख्मी हुए हैं. കൂടിയാലോചനകൾക്ക് ശേഷം തുടർന്നുള്ള സമരപരിപാടികൾ തീരുമാനിക്കും. മിനിമം താങ്ങുവില നിയമപരമാക്കുന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച കർഷകർ മാർച്ച് ആരംഭിച്ചത്. ഇന്നത്തേതിന് സമാനമായി ഹരിയാന പോലീസ് മാർച്ച് തടയുകയും കേന്ദ്ര സർക്കാർ കർഷകരുമായി ചർച്ച നടത്തുമെന്നും ഉറപ്പു നൽകി. എന്നാൽ ഈ ഉറപ്പ് കേന്ദ്ര സർക്കാർ പാലിക്കാത്തതിനെ തുടർന്നാണ് വീണ്ടും ദില്ലി ചലോ മാർച്ചുമായി കർഷകർ രംഗത്തിറങ്ങിയത്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം. കൈരളി ന്യൂസ്, ദില്ലി.